മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒട്ടുപാലാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് തന്നെ പോവുകയാണ്. എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് കടന്നു കളയാനാണ് ഒട്ടുപാലിൻ്റെ തീരുമാനം. അതേസമയം അല്ലാത്തൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഡ്രൈവറാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നു. കുഞ്ഞ് കരയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കുഞ്ഞല്ലടാ, കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്, എന്താണെന്നറിയില്ല, കുഞ്ഞിൻ്റെ സ്വരം ഇങ്ങനെ കരയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ഇതിനു മുമ്പും ഇങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒട്ടുപാല് ചുറ്റും നോക്കുന്നു. അതേസമയം ഡ്രൈവറും പേടിക്കുന്നുണ്ട്. ഡ്രൈവർ പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിന് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറയുന്നു. ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഇതിനു മുമ്പും ഇതുപോലെ എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും എല്ലാം പറയുമ്പോൾ ഡ്രൈവർ ആണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ഒരു മാലിന്യ കൂമ്പാരം കാണുന്നുണ്ട്. അവിടെ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നു. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ മാലിന്യ കൂമ്പാരത്തിനകത്തോട്ട് പോകുന്നു. ഇനി ഇവിടെ ആരും വേസ്റ്റ് എടുക്കാൻ ഇന്നത്തേക്ക് വരില്ല, കുഞ്ഞിവിടെ കിടക്കട്ടെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വണ്ടിയും ഓടിച്ചു പോകുകയാണ്. ലേഖയെയും അനന്തുവേട്ടനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ കണ്ണേട്ട, ഒന്നുകൂടി അനന്തുവേട്ടനെ വിളിച്ചു നോക്ക് കണ്ണേട്ട എന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നു. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അനന്തുവിനെ വിളിക്കുന്നു. അതേസമയം അനന്തുവിനെ ഫോൺ എടുത്ത് നോക്കുമ്പോഴേക്കും കണ്ണനായിരിക്കും വിളിക്കുന്നത്. അപ്പോഴും അനന്തു പറയുന്നുണ്ട്, ഇനി ഞാൻ അവനോട് എന്താണ് പറയേണ്ടതെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, സാർ എന്താണെങ്കിലും ഫോൺ എടുക്കുക, ഇപ്പോൾ 2-3 പ്രാവശ്യമായില്ലേ വിളിക്കുന്നു, കുഞ്ഞിനെ കാണാതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയണ്ട എന്ന് പറയുന്നു. അങ്ങനെ മാർക്കോ പറഞ്ഞതനുസരിച്ച് അനന്തു ആണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ട്. അനന്തു ഫോൺ എടുത്തതും കണ്ണനാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു അനന്തു, നീ എന്നിട്ട് എന്തേ ഫോൺ എടുത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അനന്തു പറയുന്നുണ്ട്, എടാ ഞാൻ പുറത്താണെന്ന് പറയുന്നു. അപ്പോഴേക്ക് ലേഖയെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇയാൾ എത്ര നേരമായിട്ടാണ് കുഞ്ഞിനെ ഒന്ന് വീഡിയോ കോൾ കാണാനായിട്ട് നോക്കുന്നു, പക്ഷേ ലേഖയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെനിക്കറിയില്ല, ഞാൻ പുറത്താണ്, എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനുണ്ടെന്ന് അനന്ത് പറയുന്നുണ്ടെങ്കിലും കണ്ണനാണെങ്കിൽ ഇതൊന്നും ഒരു വിശ്വാസത്തിലെടുക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് അനന്ത് ഫോൺ കട്ട് ചെയ്യുന്നു. കണ്ണൻ പറയുന്നുണ്ട്, അവൻ്റെ സ്വരത്തിൽ എന്തോ ഒരു മാറ്റമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, എനിക്കും എന്തോ ഒരു സംശയമുണ്ട്, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ കണ്ണേട്ട എന്ന് ചോദിക്കുന്നുണ്ട് മഹി. അന്നത്തെ പോലെ കുഞ്ഞിന് എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിലെങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടാവോ, നമ്മൾ പേടിക്കുമെന്ന് ഭയന്നിട്ട് നമ്മളോട് പറയാതിരിക്കുന്നതാണോ കണ്ണേട്ട എന്നൊക്കെ മഹി ചോദിക്കുന്നുണ്ട്. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ലല്ലോ മഹി, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയില്ലേ എന്ന് ചോദിക്കുന്നു. പിന്നീട് ലേഖയും അനന്തവും ഫോൺ എടുക്കാത്തതിൽ മഹിയാണെങ്കിൽ പരിഭവം പറയുന്നുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോയ സമയത്ത് എത്ര പ്രാവശ്യം അവരെ വിളിച്ച് മോളെ കാണിച്ചു കൊടുക്കുമായിരുന്നു, ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ട് എന്താണ് അവർ ഫോൺ എടുക്കാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹി പരിഭവിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അവരെന്തെങ്കിലും ഒരു ആവശ്യത്തിൽ ആയിരുന്നുകൊണ്ട് ഫോൺ കണ്ടു കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിനെ അവരെവിടെയോ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, എടാ എനിക്ക് പേടിയാകുന്നു, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയും കാലും ആകെ വിറയ്ക്കുന്നു, അമ്മയ്ക്ക് കൊച്ചുമോൾ ഈ ഓണത്തിന് സന്തോഷിക്കുകയും വേണം, ഇതൊന്നും ചെയ്യാനും പാടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മയെ കളിയാക്കുകയാണ് പ്രതാപൻ. അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, എടാ ഇതിൻ്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും കേസ് വരുമോ എന്നാണ് എൻ്റെ പേടി എന്ന് പറയുമ്പോൾ, ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ പോട്ടെ അമ്മേ, എന്താണെങ്കിലും ഞാൻ ജയിലിലോട്ടല്ലേ പോകുന്നത്, അപ്പോൾ അതുകൂടെ ഈ ഒരു കേസ് കൂടെ അതിൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എടാ ഇതൊരു കുഞ്ഞു കൊച്ചിൻ്റെ കാര്യമാണ്, അതുകൊണ്ട് നിനക്ക് തൂക്കുകയറ് തന്നെ കിട്ടാനായിരിക്കും വിധിയെന്ന് പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ അങ്ങനെ ആകട്ടെ അമ്മ, ഞാൻ മരിച്ചു പോയാലും കൊച്ചുമോളുണ്ടല്ലോ അമ്മയുടെ കൂടെ ജീവിക്കാൻ, അതുകൊണ്ട് അമ്മ സമാധാനമായിട്ടിരിക്കുന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് കുഞ്ഞിനെ തേടി നടന്നിട്ട് കാണാതെയാകുന്ന അനന്തവും മാർക്കോയും പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ണൻ്റെ കുഞ്ഞിനെ കാണാനില്ല സാറേ, ഞങ്ങൾ തിരയാവുന്നിടത്ത് മുഴുവൻ തിരഞ്ഞു, ഇനി സാറിൻ്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും കൂടെ ഒന്ന് അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. അതേസമയം എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നറിയാനായിട്ട് വേസ്റ്റിൽ തിരയാനായിട്ട് വന്ന ഒരു ഭിക്ഷക്കാരനാണെങ്കിൽ കുഞ്ഞിനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ കാണുന്നതും അയാളാണെങ്കിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കുന്നു. ഇതാരുടെ കുഞ്ഞാണ്, ആരായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ ഇട്ടിരിക്കുന്നതെന്നെല്ലാം വിചാരിച്ചുകൊണ്ട് അയാളാണെങ്കിൽ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തൻ്റെ വീട്ടിലോട്ടായിട്ട് പോകുന്നുണ്ട്. വീട്ടിലാരും ഫോൺ എടുക്കാത്തതിൻ്റെ പേരിൽ മഹിയും കണ്ണനും ഓഫീസിൽ നിന്ന് തിരികെ വരികയാണ്. അതേസമയം ലേഖയാണെങ്കിൽ അവർ വരുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ലേഖയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പേടിച്ചു പോവുകയാണ്. ഇനി എന്താണ് ഞാൻ മഹിയോടും കണ്ണേട്ടനോടും പറയേണ്ടതെന്നോർത്ത് ലേഖ വളരെയേറെ വിഷമിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജാനമ്മയോട് പറയുന്നുണ്ട്, അവർ വരുന്നുണ്ട്, എനിക്കൊന്നും കുഞ്ഞിനെ കാണാനില്ലെന്ന് പറയാൻ പറ്റില്ല ജാനമ്മ, അതുകൊണ്ട് ഞാനാണെങ്കിൽ അപ്പുറത്തെ മുറിയിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ലേഖ അകത്തോട്ട് പോകുന്നു. മഹിയും കണ്ണനും അകത്തോട്ട് വരുന്നതും ജാനമ്മയാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് ജാനമ്മ പെട്ടെന്ന് ഇവരെ കാണുന്നതും പൊട്ടി പൊട്ടി കരയാണ്. അതേസമയം കണ്ണൻ ചോദിക്കുന്നുണ്ട്, ജാനമ്മ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ജാനമ്മയാണെങ്കിൽ ഒന്നും പറയാതെ തന്നെ നിൽക്കുന്നു.
കുഞ്ഞെവിടെ ജാനമ്മ, ലേഖ എവിടെയെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും ജാനമ്മയാണെങ്കിൽ നിവർത്തികേട് കൊണ്ട് തന്നെ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള കാര്യം അവരുടെ മുന്നിൽ പറയുകയാണ്. ഇത് കേൾക്കുന്ന മഹിയാണെങ്കിൽ ആകെ ഞെട്ടിവിറയ്ക്കുകയാണ്. മഹിക്ക് തൻ്റെ സമനില തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിൽ തന്നെ എത്തുകയാണ്. അതേസമയം കണ്ണനും അതേ അവസ്ഥയിൽ തന്നെ കടന്നു പോകുന്നു. പെട്ടെന്ന് തന്നെ മഹിയാണെങ്കിൽ ലേഖയെ കാണാനായിട്ട് അകത്തോട്ട് ചെല്ലുന്നു. ലേഖ മഹിയെ കാണുന്നതും പൊട്ടി പൊട്ടി കരയാണ്. എന്നോട് ക്ഷമിക്കും മഹി, എനിക്ക് കുഞ്ഞിനെയാണ് നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് പോയിട്ട് എനിക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ കുളിക്കാൻ പോയപ്പോൾ ജാനമ്മയുടെ അടുത്ത് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. ഞാൻ കുളിച്ചിറങ്ങി വരുമ്പോഴേക്കും കുഞ്ഞിനെ കാണാതെ പോയി. ജാനമ്മയും കണ്ടില്ല കുഞ്ഞിനെ ആരാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നതെന്ന്, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല മഹി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലേഖയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നു. ഇത് കാണുമ്പോഴേക്കും മഹി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിനെ ലേഖയെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്, എന്നിട്ട് ലേഖ എന്താണ് എൻ്റെ കുഞ്ഞിനെ നോക്കാതിരുന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് മഹിയാണെങ്കിൽ സങ്കടം കൊണ്ട് ലേഖയെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.